നമ്മുടെ ക്രിസ്മസ് എക്സാമിന് EVSന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഈ ഒരു ചോദ്യം ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതെ, നമ്മുടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, പൊതുസ്ഥാപനങ്ങളെ കുറിച്ചും അവരുടെ സർവീസുകൾ, സേവനങ്ങൾ എന്താണെന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും EVSൽ നിന്ന് നമ്മുടെ വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒറ്റൊരു നോട്ടത്തിൽ ഒന്ന് പെട്ടെന്ന് പഠിച്ചു നോക്കിയാലോ? യെസ്, അപ്പൊ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊതുസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അല്ലെ. പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാണുള്ളത്? നമുക്ക് പറയാം, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, സ്കൂൾ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, വില്ലേജ് ഓഫീസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരെ എന്ത് സേവനങ്ങളാണ് നമുക്ക് നൽകുന്നതെന്നാണ് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക. മിക്കവാറും ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് പോലീസ് സ്റ്റേഷൻ ആണ്. പോലീസ് സ്റ്റേഷൻ എന്താണ് ചെയ്യുന്നത്? അവര് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ക്രമസമാധാന പാലനം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവനും സ്വത്തിനും അല്ലെ, നമ്മുടെ മനുഷ്യന്റെ ജീവന് അതേപോലെ തന്നെ നമ്മുടെ സ്വത്തുക്കൾക്കൊക്കെ സംരക്ഷണം നൽകുന്നതും പോലീസ് സ്റ്റേഷൻ ആണ്. പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ഥാപനം ഏതാണ്? ഹോസ്പിറ്റൽ ആണ്. ഹോസ്പിറ്റൽ എന്താണ് നമുക്ക് ചെയ്തു തരുന്നത്? ആശുപത്രി എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. യെസ്, പ്രൊവൈഡ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രൊട്ടക്ട്സ് പബ്ലിക് ഹെൽത്ത്. ഓക്കെ, നമ്മുടെ പബ്ലിക് ഹെൽത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ, അതായത് പബ്ലിക് ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, യെസ്, ഇതൊക്കെ സ്ഥാപിച്ചത്. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് വില്ലേജ് ഓഫീസാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസിൽ എന്തിനാണ് പോവാറ്? നമുക്ക് എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, സ്കോളർഷിപ്പിന് സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പേപ്പറുകളൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ എവിടെ പോകുന്നുണ്ട്? നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോവാറുണ്ട് അല്ലെ. യെസ്, അതേപോലെ തന്നെ നമ്മുടെ ഭൂനികുതി അടിക്കാനും അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഇതേപോലെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടുന്ന എവിടെയാണ്? നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നാണ്. ഇനി അടുത്തത് പോസ്റ്റ് ഓഫീസസ് ആണ്. പോസ്റ്റ് ഓഫീസസ് എന്ത് സർവീസ് ആണ് നമുക്ക് തരുന്നത്? മെയിൽ സർവീസ് ആണ്. യെസ്, മെയിൽ സർവീസസ് ആണ്. നമുക്ക് കത്ത് അയക്കാനും അതുപോലെ തന്നെ പാർസൽസ് കിട്ടാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? പോസ്റ്റ് ഓഫീസ് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ റേഷൻ കടകളാണ് അല്ലെ. യെസ്, റേഷൻ ഷോപ്സ്. റേഷൻ ഷോപ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം, നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള വിലയിൽ എല്ലാ സാധനങ്ങളും, അരി, പഞ്ചസാര അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് സർവീസ് അവര് തരുന്നത്? ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ നമുക്ക് ജനങ്ങൾക്ക് തരുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബാങ്ക് ആണ്. ബാങ്ക് എന്താണ് ചെയ്തു തരുന്നത്? നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് ആണ് തരുന്നത് അല്ലെ. ധനസഹായം, അതേപോലെ തന്നെ ലോൺസ് എടുക്കാൻ, സേവിങ്സ് അക്കൗണ്ട് നിർമ്മിക്കാനൊക്കെ ആരാണ് നമ്മളെ സഹായിക്കാറ്? ബാങ്ക് ആണ്. അപ്പൊ ഇത്രയും പൊതുസ്ഥാപനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കുക. അതോടൊപ്പം തന്നെ മക്കൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നല്ല ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനം നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. യെസ്, വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഇത് എല്ലാം 1, 2, 3, 4, 5, 6 ടോപ്പിക്സും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, then bye. Thank you.